വെള്ളപ്പൊക്കത്തിൽ നാശം നേരിട്ട വിവരം മറച്ചുവെച്ച് കാർ വിൽപ്പന നടത്തിയ കേസിൽ മലയാളിക്ക് അനുകൂലമായി ദുബായ് കോടതിയുടെ വിധി. കാറിന്റെ വിലയും നഷ്ടപരിഹാരവും ഉൾപ്പെടെ 3.25 ലക്ഷത്തോളം ദിർഹം പരാതിക്കാരന് നൽകാനാണ് കോടതി വിധി. അലൈനിലെ UAE യൂണിവേഴ്സിറ്റി മാധ്യമ വിഭാഗം ജീവനക്കാരനായ കൊട്ടക്കൽ സ്വദേശി ജാഫർ ഇബ്രാഹിമിന്റെ നിയമ പോരാട്ടമാണ് വിജയം കണ്ടത്. കനത്ത മഴയിൽ UAEയിൽ വ്യാപകമായി വെള്ളപ്പൊക്കമുണ്ടായതിനു പിന്നാലെ കഴിഞ്ഞ വർഷം മെയ്യിലാണ് ജാഫർ ഇബ്രാഹിം ദുബൈയിലെ ഒരു പാക് സ്വദേശിയിൽ നിന്ന് മെഴ്സിഡസ് ബെൻസ് കാർ സ്വന്തമാക്കുന്നത്. കാർ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയതല്ല എന്ന് വിൽക്കുന്നയാൾ പലവട്ടം വാക്ക് നൽകിയതിനു പുറമെ ഇക്കാര്യം ഉറപ്പിക്കാൻ വാഹനം ദുബായ് അൽക്കൂസിലെ ഒരു ടെസ്റ്റിംഗ് കേന്ദ്രത്തിൽ പരിശോധനയും നടത്തി. വെള്ളപ്പൊക്കം വാഹനത്തെ ബാധിച്ചിട്ടില്ല എന്നായിരുന്നു ആദ്യ പരിശോധനാ ഫലം. എന്നാൽ വാഹനം വാങ്ങി ദുബൈയിൽ നിന്ന് താമസ സ്ഥലമായ അലൈനിലേക്കുള്ള ആദ്യ യാത്രയിൽ തന്നെ തകരാറുകൾ കണ്ടു തുടങ്ങി. എൻ്റെ AC ഷട്ട് ഓഫായി. അങ്ങനെ ഞാൻ ഡയറക്റ്റ് നേരെ അലൈനിൽ ഗാരേജിൽ പോയി. AC ഫിക്സ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പം AC ഫിക്സ് ചെയ്യുന്നതിനിടയിൽ അവിടുത്തെ ഗാരേജ് താഴെ എന്നോട് ചോദിച്ചു, ഫ്ലഡഡായ വണ്ടി എന്തിനാണ് ഈ എടുത്ത് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ വണ്ടി ഫ്ലഡഡ് ആണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത അതേ സ്ഥലത്തേക്ക് ഞാൻ അലൈനിൽ നിന്ന് ഡയറക്റ്റ് വീണ്ടും ദുബൈയിലേക്ക് വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, വണ്ടി ഫ്ലഡഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി മേക്ക് ഷുവർ ചെയ്യുക, നിങ്ങൾ ഫസ്റ്റിലെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെയും ലീഗലി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പരിശോധനയിൽ വാഹനം വെള്ളം കയറിയതാണെന്ന് വ്യക്തമായതിനു പിന്നാലെ ജാഫർ നിയമ നടപടികൾക്ക് ശ്രമം തുടങ്ങി. എന്നാൽ സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പന രംഗത്തുള്ള മലയാളികൾ ഉൾപ്പെടെ നിരുത്സാഹപ്പെടുത്താനാണ് ശ്രമിച്ചത്. എങ്കിലും ദുബൈയിലുള്ള സഹോദരന്റെ സഹായത്തോടെ ജാഫർ കോടതിയെ സമീപിച്ചു. 1.5 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ കോടതി അനുകൂല വിധി നൽകി. ഫൈനൽ വിധി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും എനിക്ക് വണ്ടി കീപ്പ് ചെയ്യാം, പക്ഷേ വണ്ടിയുടെ പൈസ അവൻ തിരിച്ച് തരണം എനിക്ക്. പിന്നെ കോമ്പൻസേഷൻ, എനിക്ക് എത്ര എക്സ്പെൻസ് ഇതിൽ ചിലവായി, അഡ്വക്കേറ്റ് ഫീ, അതുപോലെ ബാക്കി എല്ലാ എക്സ്പെൻസും, വണ്ടിയുടെ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ചിലവായ എക്സ്പെൻസ് ഫുള്ളായിട്ട് അവൻ എനിക്ക് തിരിച്ചു തരണം. ഇതാണ് വിധി. പക്ഷേ വണ്ടി ഞാൻ അവനക്ക് തന്നെ തിരിച്ചു കൊടുത്തു. കാരണം ഈ വണ്ടി എത്ര കാലം ഉപയോഗിക്കുന്നു, ഫ്ലഡ് വണ്ടി ഇലക്ട്രിക്കൽ ഡാമേജ് ഒരുപാട് വരും. വണ്ടി അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടാണ് ഫുൾ എമൗണ്ട് കളക്ട് ചെയ്ത്. ഇത്തരം തട്ടിപ്പിന് വിധേയരാകുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് പ്രതീക്ഷയേകുന്നതാണ് തനിക്ക് അനുകൂലമായ കോടതി വിധിയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് പരാതിക്കാരനായ ജാഫർ ഇബ്രാഹിം. യാസർ അറഫാത്തിനൊപ്പം ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.